നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള വി.ഡി. സതീശന്റെ ആദ്യ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ വികസനവും ചർച്ചയായേക്കും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയുണ്ട്. നാളെ പകൽ 11-ന് ശേഷമാകും ചർച്ച നടക്കുക. കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളെയും ബി.ജെ.പി. നയങ്ങളെയും നിശിതമായും വിമർശിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയെ കൗതുകത്തോടെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. പല സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരെ പ്രധാനമന്ത്രിമാരെ കാണുന്നത് സ്വാഭാവികമാണ്. പക്ഷേ പലപ്പോഴും കേന്ദ്രത്തിന്റെ പല നിലപാടുകളെയും വിമർശിക്കുന്ന UDF ഭരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ പല കോണുകളിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയരാമെങ്കിലും അവിടെ ചെന്ന് സംസാരിക്കുന്ന എടുക്കുന്ന പല കാര്യങ്ങളിലും പിന്നീട് അത് പുറത്തു വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള പല വിമർശനങ്ങളും വരാനുള്ള സാധ്യതയുമുണ്ട്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ കടുത്ത നിലപാടാണ് കേന്ദ്രത്തിനെതിരെ പല വിഷയങ്ങളിലും കോൺഗ്രസും UDFും സ്വീകരിച്ചിരുന്നത്. ആ നിലയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനും മോദിയുമായുള്ള കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്. കേന്ദ്ര സർക്കാരുമായി നയപരമായ വിയോജിപ്പുകൾ നിലനിർത്തി വികസന കാര്യത്തിൽ സൗഹൃദത്തിന്റെ പാലം തീർക്കൽ സതീശന് മുമ്പിൽ പ്രധാന വെല്ലുവിളിയാകും. വിവിധ പദ്ധതികളുടെ നടത്തിപ്പിന് സർക്കാരിന് കേന്ദ്രവുമായി പ്രവർത്തനക്ഷമമായ ബന്ധം നിലനിർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. പുതിയ മന്ത്രിമാരിൽ ചിലർക്കൊഴികെ മറ്റുള്ളവർക്ക് പ്രധാന കേന്ദ്രമന്ത്രിമാരുമായി പരിചയവുമില്ല. 2 UPA സർക്കാരുകൾക്ക് ശേഷം 2014-ൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ സമാനമായ ഘട്ടം അഭിമുഖീകരിച്ചിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി മുൻകൈയെടുത്ത് കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ള വികസന കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ സഹകരണം ഉറപ്പാക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അതുപോലെ സതീശനും ചെയ്യേണ്ടി വരും. ദേശീയപാത വികസനം, റെയിൽവേ വികസനം, തുറമുഖ പദ്ധതികൾ, എയിംസ്, മെട്രോ തുടങ്ങി കേരളത്തിന് കേന്ദ്ര സഹായത്തോടെ നേടിയെടുക്കേണ്ട ഒരു പിടി പദ്ധതികളുണ്ട്. ഇവയ്ക്ക് കേന്ദ്രത്തിന്റെ പിന്തുണ ഉറപ്പാക്കുകയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലെ വെല്ലുവിളി. 10 വർഷമായി മോദി സർക്കാരിലെ പ്രമുഖരുമായ വ്യക്തിബന്ധം വളർത്തിയെടുക്കാൻ പിണറായി വിജയനും LDF സർക്കാരിലെ ചില മന്ത്രിമാർക്കും കഴിഞ്ഞിരുന്നു. സംസ്ഥാനത്തിനുള്ള കേന്ദ്ര ഗ്രാന്റുകളുടെ വർധന, വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ, കൂടുതൽ പലിശരഹിത വായ്പ, റോഡ് വികസനത്തിന് കൂടുതൽ കേന്ദ്ര സഹായം, പോലീസ് സ്റ്റേഷനുകളുടെ നവീകരണത്തിനും മറ്റും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ സാമ്പത്തിക സഹായം തുടങ്ങിയവയും ആവശ്യപ്പെട്ടേക്കാം. അടുത്ത മാസം UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നടക്കുന്നതിനാൽ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളെല്ലാം ചർച്ചയാകും. കഴിഞ്ഞ ദിവസം ഡൽഹി യാത്രയ്ക്കിടെ ചില കേന്ദ്രമന്ത്രിമാരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. ഏതായാലും നാളെ 11 മണിക്കാണ് കൂടിക്കാഴ്ച. കൊച്ചിയിൽ നിന്ന് ഇന്ന് രാവിലെ 10:50-ന് തിരുവനന്തപുരത്ത് എത്തുന്ന മുഖ്യമന്ത്രി 11:30-ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. രാത്രി 7:35-നുള്ള വിമാനത്തിലാണ് ഡൽഹിക്ക് തിരിക്കുക. മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നാളെ വൈകിട്ടോടെ കേരളത്തിലേക്ക് മടങ്ങും. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംസാരിക്കുക, എങ്ങനെയായിരിക്കും ആ ഒരു ബന്ധം അത് ഉണ്ടാവുക എന്നുള്ളതൊക്കെ തന്നെ ഏറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നാളത്തെ അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിലൊരു വ്യക്തത വരും. അതേസമയം തന്നെ ബാല്യവും കൗമാരവും യുവത്വവും ചിലവഴിക്കുകയും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത കൊച്ചിയുടെ സ്നേഹവും ആദരവും ഏറ്റുവാങ്ങിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ താരങ്ങളായ മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും സ്വീകരണ ചടങ്ങിൽ അപ്രതീക്ഷിത അതിഥികളായെത്തി. മമ്മൂട്ടി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഇവർ എത്തുമെന്ന് പ്രോഗ്രാം നോട്ടീസിൽ സൂചിപ്പിച്ചിരുന്നില്ല. കൊച്ചി പൗരാവലിയുടെ ആഭിമുഖ്യത്തിലാണ് മുഖ്യമന്ത്രിക്കും ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ അനൂപ് ജേക്കബ്, റോജി എം ജോണി, വി അബ്ദുൽ ഗഫൂർ എന്നിവർക്കും MLA-മാർക്കും രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്വീകരണം ഒരുക്കിയത്. ജില്ലാ കളക്ടർ G. പ്രിയങ്ക അധ്യക്ഷത വഹിച്ചു. വി.ഡി. സതീശനെ മമ്മൂട്ടി പൊന്നാട അണിയിച്ച് ആദരിച്ചു. കൊച്ചി നഗരത്തിന്റെ ഭാഗമായ നെട്ടൂരിൽ ജനിച്ച് പരിസരത്തെ സ്കൂളുകളിലും തേവര SH രാജഗിരി കോളേജുകളിലും പഠിച്ചത് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. നിയമപഠനത്തിന് തിരുവനന്തപുരത്ത് പോയ കാലം ഒഴിച്ചാൽ ജീവിതകാലം കൊച്ചിയിലായിരുന്നു. TJ വിനോദിനൊപ്പം ജില്ല മുഴുവൻ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിച്ച് സംഘടനാ പ്രവർത്തനം നടത്തി. കഷ്ടപ്പാടുകളും ദുരിതവും സന്തോഷവും നൽകിയ നഗരത്തെ അദ്ദേഹം അനുസ്മരിച്ചു. ഉത്സാഹത്തോടെയും നീതിപൂർവകമായും പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന് കഴിയട്ടെ എന്ന് മമ്മൂട്ടി പറഞ്ഞു. മുഖ്യമന്ത്രിയായിരിക്കെ ബുദ്ധിമുട്ടുള്ളതും വലിയ ഉത്തരവാദിത്വമുള്ളതുമായ കാര്യമാണ്. എല്ലാവരെയും പരിഗണിക്കുകയും കേൾക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണം. മന്ത്രിമാരെ നിയന്ത്രിക്കുകയും
നേതൃത്വം വഹിക്കുകയും പ്രവർത്തിക്കുകയും വേണം. സിനിമയിൽ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാരായി താൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ മുഖ്യമന്ത്രി പദവി വിഷമകരമാണെന്നാണ് മമ്മൂട്ടി പറയുന്നത്. ജനങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ഭരണമാണ് പ്രതീക്ഷിക്കുന്നതെന്നും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. ജനങ്ങൾക്കും നാടിനും ഉണർവ് ഗുണകരമാകുന്ന ഭരണകൂടമാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും UDF സർക്കാർ മുന്നോട്ട് പോവുകയെന്നും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലായിരിക്കും സർക്കാർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം തന്റെ സ്വന്തം മണ്ഡലമായ പറവൂരിൽ നൽകിയ ഭീമമായ പൗരസ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഓരോ പാവപ്പെട്ടവന്റെയും മധ്യവർഗ കുടുംബത്തിന്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്നും സതീശൻ പറഞ്ഞു. തങ്ങളുടെ ലക്ഷ്യം കേരളത്തെ പുരോഗമനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു മാതൃകാ സമൂഹമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്താൻ സർക്കാർ ശക്തമായി പ്രവർത്തിക്കുമെന്നും എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു മതേതര കേരളം കെട്ടിപ്പടുക്കുവാൻ പരമാവധി ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനൊപ്പം മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ പ്രത്യേക നടപടികൾ സ്വീകരിക്കുമെന്നും യുവാക്കൾക്ക് ജോലി തേടി വിദേശത്തേക്ക് പോകേണ്ടി വരാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓരോ മലയാളിയുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനായി പൂർണ്ണമായ പ്രതിബദ്ധതയോടും സമർപ്പണത്തോടും കൂടി തങ്ങൾ പ്രവർത്തിക്കുമെന്നും സതീശൻ ഉറപ്പു നൽകി. തങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി ഒരിക്കലും അധികാരത്തിന്റെ ആനുകൂല്യങ്ങൾക്ക് പുറകെ ഓടില്ലെന്നും ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ അദ്ദേഹം തന്റെ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അപമാനം വരുത്തിവെക്കുന്ന യാതൊരു കാര്യവും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം VD സതീശന് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അദ്ദേഹം ഗുരുവായൂരിൽ എത്തി സന്ദർശനം നടത്തിയതും മന്ത്രിയായിട്ടുള്ള AP അനിൽകുമാറിന്റെ മകന്റെ വിവാഹത്തിന് പങ്കെടുക്കുന്ന വീഡിയോസൊക്കെ തന്നെ വളരെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്.